തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനാകാതെ വിജയുടെ TVK പാർട്ടി കേവല ഭൂരിപക്ഷം തെളിയിച്ച ശേഷമേ സർക്കാർ രൂപീകരിക്കാൻ കഴിയൂ എന്ന നിലപാടിലാണ് ഗവർണർ രാജേന്ദ്ര അർലേക്കർ. 118 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. DMK AIDMK സഖ്യ സാധ്യതകളെക്കുറിച്ചുള്ള ചർച്ചകളും ഉയരുന്നുണ്ട്. വിനോദ് കൂടുതൽ വിവരങ്ങൾ നൽകും. വിനോദ്, ഇന്ന് അറിയാം എന്ന് തോന്നുന്നു ഏറെക്കുറെ എന്താകും എന്നുള്ളത്. TVK ഈ സാധ്യതകൾ ആരാഞ്ഞ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും അവിടെ മറ്റൊരു ചർച്ച നടക്കുന്നതിനുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ. ദ്രാവിഡ കക്ഷികൾ DMKയുടെയും AIDMKയുടെയും അതിൻ്റെ വിവരങ്ങൾ എന്താണ്? ഇതോ വലിയ അനിശ്ചിതത്വമാണ് തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. വലിയ ഉദ്യോഗത്തിലേക്ക് പോവുകയാണ്. ആരുടെ സർക്കാർ വരും എന്നതിനെ ചൊല്ലിയുള്ള ചർച്ചകളും ആശങ്കകളും സംശയങ്ങളും ഒക്കെ തന്നെ ഉയരുന്നുണ്ട്. TVK സർക്കാർ രൂപീകരിക്കുമെന്ന ചില സാധ്യതകൾ, അങ്ങനെയുള്ള സാഹചര്യം ഉരുത്തിരിയുകയായിരുന്നു. എന്നാൽ കേവല ഭൂരിപക്ഷമില്ലാതെ സത്യപ്രതിജ്ഞയ്ക്ക് അവസരമൊരുക്കില്ല എന്നൊരു നിലപാടിലാണ് ഗവർണർ ആർലേക്കർ ഉള്ളത്. കേരളത്തിൻ്റെ ഗവർണർ, അദ്ദേഹത്തിന് ഇപ്പോൾ തമിഴ്നാടിൻ്റെ കൂടി ചുമതലയുണ്ട്. ഗവർണർ ചെന്നൈയിലാണുള്ളത്. കഴിഞ്ഞ ദിവസവും 2 പ്രാവശ്യം വിജയ് ഗവർണറെ കണ്ടിരുന്നു. സർക്കാർ രൂപീകരിക്കാനുള്ള അനുമതി തേടിയിരുന്നു. പക്ഷേ അതിന് കഴിയില്ല എന്ന കാര്യമാണ് ഗവർണർ അറിയിച്ചത്. 118 കേവല ഭൂരിപക്ഷമായി വേണ്ടത്. 108 പേരുടെ അംഗബലമാണ് ഇപ്പോൾ TVKയ്ക്ക് ഉള്ളത്. കോൺഗ്രസിൻ്റെ 5 പേർ കൂടി പിന്തുണയ്ക്കും. ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ തങ്ങളെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കണമെന്നായിരുന്നു വിജയുടെ ആവശ്യം. എന്നാൽ ഈ പിന്തുണയ്ക്കുന്നവരുടെ പട്ടിക കൂടി 5 MLA മാർ, കോൺഗ്രസിൻ്റെ MLA മാരുടെ പേരുകൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഈ പട്ടിക നൽകിയത്. അതുകൊണ്ട് തന്നെ അതൊരു സഖ്യ സർക്കാരായി മാറുകയാണ്. അങ്ങനെയെങ്കിൽ ഇനി ഈ കേവല ഭൂരിപക്ഷം തെളിയിക്കണം. അതായത് ഈ ഫ്ലോർ ടെസ്റ്റിന് മുൻപ് തന്നെ അത്തരത്തിൽ സംഖ്യ തികച്ചാൽ മാത്രമേ സത്യപ്രതിജ്ഞയ്ക്ക് അവസരമൊരുക്കൂ എന്ന നിലയിൽ ഗവർണർ നിൽക്കുന്നു. ഇതിനിടയിലാണ് മറ്റ് ചില സാഹചര്യങ്ങൾ, ഒരുപക്ഷെ ഒരു നാടകീയ നീക്കങ്ങളിലേക്ക് തന്നെ കാര്യങ്ങൾ പോകാനുള്ള സാധ്യത തെളിയുകയാണ്. ചിരവൈരികളായ DMKയും AIDMKയും ഒരുമിച്ച് ചേരാനുള്ള സാധ്യതകൾ. AIDMK എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് DMK പുറത്തു നിന്ന് പിന്തുണയ്ക്കുക, അങ്ങനെ ഒരു ആലോചനയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. MK സ്റ്റാലിൻ ആദ്യം ഇതിന് വഴങ്ങിയില്ലെങ്കിലും ഈ പാർട്ടിയിലെ 2ാം നിര നേതാക്കളുടെ ഭാഗത്തു നിന്ന് വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു. ചില ചലച്ചിത്ര താരങ്ങളുടെ ഭാഗത്തു നിന്നും ഇതേ സമ്മർദ്ദമുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം രജനീകാന്ത് സ്റ്റാലിനെ സന്ദർശിച്ചിരുന്നു. സ്റ്റാലിൻ പരാജയപ്പെട്ടെങ്കിൽ കൂടി DMK പുറത്തു നിന്ന് പിന്തുണച്ച് എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് AIDMK ഒരു സർക്കാർ, ആ തരത്തിലാണ് ഇപ്പോൾ ആലോചനകൾ നടക്കുന്നത്. അങ്ങനെയെങ്കിൽ അവർക്ക് 120 വരെ അംഗസംഖ്യ എത്തും. അങ്ങനെ ഒരു സർക്കാരിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. വിജയ് ആകട്ടെ ഗവർണർ വഴങ്ങിയില്ലെങ്കിൽ കോടതി വഴി സർക്കാർ രൂപീകരിക്കാനുള്ള കാര്യങ്ങളാണ് ആലോചിക്കുന്നത്. CPM-ന് 2 MLA മാരുണ്ട്, CPI-ക്ക് 2 MLA മാരുണ്ട്. അതോടൊപ്പം തന്നെ VCK എന്ന പാർട്ടിക്ക് 2 MLA മാരുണ്ട്. ഇവരുടെയൊക്കെ തന്നെ പിന്തുണ വിജയ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവരോട് പിന്തുണ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഈ 3 പാർട്ടികളും ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല. ഈ 3 പാർട്ടികളും ഇന്ന് നിലപാട് വ്യക്തമാക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല ഈ 3 പാർട്ടിയുടെ അവിടുത്തെ നേതൃത്വവും വിജയെ അനുകൂലിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ് കഴിഞ്ഞ ദിവസം നടത്തിയത്. ഒരു വിജയുടെ സർക്കാർ വരണം എന്ന നിലയിലാണ് ഈ 3 പാർട്ടികളുടെയും പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഈ 3 പാർട്ടികളും പിന്തുണയ്ക്കുകയും കോൺഗ്രസിൻ്റെ പിന്തുണ കൂടി വന്നു കഴിഞ്ഞാൽ കേവല ഭൂരിപക്ഷം എന്ന ഒരു മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ വിജയുടെ പാർട്ടിക്ക് കഴിയും. അതിനുള്ള നീക്കങ്ങളാണ് അവിടെ നടക്കുന്നത്. അതിനിടയിലാണ് ഈ AIDMK സഖ്യം എന്നൊരു സാധ്യത വരുന്നത്. മാത്രമല്ല AIDMKയിൽ ഒരുപക്ഷെ പിളർപ്പുണ്ടായേക്കാമെന്ന സൂചനകളും വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു വിഭാഗം MLA-മാർ വിജയെ പിന്തുണച്ചുകൊണ്ട് പുറത്തേക്ക് വരും. ഇനി ഇതൊന്നും നടന്നില്ലെങ്കിൽ മുഴുവൻ MLA-മാരെയും രാജിവെപ്പിക്കും എന്നൊരു കാര്യം കൂടി TVK പറയുന്നുണ്ട്. എൽദോ, എന്തായാലും സാഹചര്യങ്ങൾ സങ്കീർണമാണ്, കണക്കുകൂട്ടലുകളുടെ സമയമാണ്, ഒരുപാട് കൂട്ടിക്കഴിക്കലുകൾ വേണം. തമിഴ്നാട്ടിലെ സാഹചര്യം എന്താവും എന്നുള്ളത് ഇനിയുള്ള മണിക്കൂറുകൾ വ്യക്തമാകുമെന്ന് കരുതാം. AIDMK സ്റ്റാൻഡ് എന്താണെന്ന് കാത്തിരിക്കണം. സ്റ്റാലിൻ പറഞ്ഞിട്ടുണ്ട് സംസ്ഥാനത്തിൻ്റെ നല്ല താല്പര്യത്തിന് വേണ്ടി ചില നിർണായക തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടി വരുമെന്നുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ എന്തിൻ്റെ സൂചനയാണ് എന്നുള്ളതാണ് കാത്തിരുന്നറിയേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.